ആദ്യ മനുഷ്യൻ ആദം ഹവ്വ പറുദീസായിൽ വെച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. ഈ ദൈവിക ജീവൻ നഷ്ടപ്പെടുക വെച്ച് അർത്ഥം എന്ന് അറിയാവോ? അതായത് പിന്നീട് ഒരാൾ ഭൂമിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വഭാവത്തിലേക്ക് എത്താൻ പറ്റില്ല. മക്കൾ മരണാനന്തരം ജീവിതം ഉണ്ട് കേട്ടോ, കഥയൊന്നും അല്ലത്. മരണാനന്തരം ജീവിതമുണ്ട്, 100% സത്യസന്ധമായ കാര്യമാണ്. ആരും വിചാരിച്ചേക്കരുത് ഈ ഭൂമി കൊണ്ട് ഒത്തിരി പേർ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇന്ന് ഒരുപാട് നിരീശ്വരവാദികളുണ്ടല്ലോ. മക്കളെ നിരീശ്വരവാദികൾ വിഡ്ഢിത്തമാണ് പ്രസംഗിക്കുന്നത്. അത് തിരിച്ചറിയണം. നിങ്ങൾ അത് കേട്ട് അതിന് പുറകെ പോകരുത്. ചരിത്രം പഠിക്കണം. നിങ്ങൾ ഉത്ഥിതനായ യേശു അത് കെട്ടുകഥയല്ലത്. ഈശോ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കെട്ടുകഥയല്ലത്, അത് ജീവിക്കുന്ന സത്യമാണത്. പറഞ്ഞേ ഹല്ലേലൂയാ. അവനെന്നും ജീവിക്കുന്നു എന്നുള്ളത് കെട്ടുകഥയല്ലത്, 100% സത്യം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കൾ പോരന്ന് നാട്ടിൽ കൈയടിച്ച് ഉച്ചത്തിൽ കൈയടിച്ച് ഒറ്റ വിളി ഈശോയേ ഹല്ലേലൂയാ 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 ഹല്ലേലൂയ. ഒന്നും കൂടെ കൈയടിച്ച് ബന്ധനം മൊത്തം അടിയട്ടെ 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 അടിയട്ടെ. യേശു സ്തുതിക്കുന്നു. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അണക്കരയിൽ കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ വലിയൊരു മിറക്കിളുണ്ട്. ഒരു അപ്പനും അമ്മയും കൂടെ അവിടെ മകളുമായിട്ട് അവിടെ എൻ്റെ അടുത്തൊരു വെള്ളിയാഴ്ച ദിവസം വന്നു. ഈ കൊച്ചിന് വളരെ സീരിയസ് ആയ രോഗം. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളൂ, വലിയൊരു അത്ഭുതമാണ്. ഈ കൊച്ചിൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയെന്ന് മാത്രമല്ല 2 കണ്ണ് അഴുകി. അപ്പോൾ ഡോക്ടർമാർ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് ഒരു 10-17 വയസ്സുള്ളപ്പോഴാണ് 2 കണ്ണ് എടുത്ത് കളഞ്ഞു. 2 കണ്ണ് എടുത്ത് കളഞ്ഞിട്ട് വേറെ 2 കണ്ണ് ഇംപ്ലാന്റ് ചെയ്തു. അങ്ങനെ കൊച്ചിന് വീണ്ടും കാഴ്ച കിട്ടിയിട്ട് വീണ്ടും മുന്നോട്ട് പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോണ്ട് പഴയ അവസ്ഥയിലോട്ട് കൊച്ചിൻ്റെ കണ്ണുകൾ വരിക. കാഴ്ച വീണ്ടും മങ്ങി കംപ്ലീറ്റ് പോയി. അപ്പോൾ ഈ കുഞ്ഞ് നിരാശയായി, കംപ്ലീറ്റ് പോയി, ഒട്ടും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അപ്പൻ ഈ കൊച്ചുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ 2 കണ്ണിനും നോക്കണം, ആദ്യം 2 കണ്ണും എടുത്ത് കളഞ്ഞിട്ടാണ് വീണ്ടും 2 കണ്ണും വെച്ചത്. അതും പോയി കഴിയുമ്പോഴത്തേക്കും ദൈവം എന്താ സംഭവിച്ചാൽ കരഞ്ഞ് നിരാശ, അപ്പനും അമ്മയും മകളും നിരാശ. ഒരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് എൻ്റെ മുറി വന്ന് നിൽക്കുമ്പം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇവരോട് പറ, ഇവരെ കൊണ്ട് ഇപ്പം പ്രാർത്ഥിക്കേണ്ട, ഇവരോട് 3 പേരോടും കൂടെ ധ്യാനത്തിന് കയറും. ഈ കൊച്ചിൻ്റെ അപ്പനാണെങ്കിൽ ഒരു HM ആണ്, ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിൻ്റെ HM. അമ്മ ഇപ്പം ഈ നാളുകൾ അമ്മയും HM ആയി. അപ്പോൾ ഇവർ 2 പേരും കൂടിയാണ് കുട്ടിയായിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ധ്യാനം കൂടും. ഉടനെ അവർ ലീവ് എടുത്തുകൊണ്ട് 3 പേരും കൂടെ ധ്യാനത്തിന് കയറി. ധ്യാനത്തിൽ നന്നായിട്ട് കുമ്പസാരിച്ചു ഒരുങ്ങി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, കൃപ സ്വീകരിക്കാൻ ഒരുങ്ങാതെ വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ ഒന്നും അഭിഷേകം കെട്ടത്തില്ല. ശല്യമുണ്ടിങ്ങനെ കയ്യും കെട്ടിയിരിക്കുന്ന ഒന്നും പറ്റത്തില്ല മക്കള്. ഈ ഭൂമി വെച്ച് മനുഷ്യൻ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ബോധ്യം. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം മതി. അവൻ്റെ മുഴുവൻ പ്രശ്നം തീരാൻ ഒരൊറ്റ കാര്യമാണ്, ദൈവത്തെ. ഈ ഭൂമിയെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം വെച്ചാൽ എപ്പം വേണം മരണമെന്ന് വിളിയോടെ ഈ ഭൂമിയോട് വിട പറയണം. ഇവിടെ എത്ര വലിയവനായിട്ട് ഒരു കാര്യമില്ല, ഒരർത്ഥവും. വെറുതെ സമയങ്ങളെ പരിസരബലം വൃത്തിത്വ. ദൈവത്തെ അറിയാത്തവനെ ഈ ഭൂമി കിടന്ന് എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പേരും പെരുമയ്ക്ക് വേണ്ടി നെട്ടോട്ട് ഓടുന്നു. എന്ത് വിഡ്ഢിത്തം! കാരണം ഇന്നല്ല നാളെ അവൻ മരിച്ചു പോകും. അവൻ്റെ ജീവിതത്തിൻ്റെ വക്കില എപ്പോഴാണ് അവനെ ഇന്ന് രാത്രി ചിലപ്പോൾ അവനെ വിളിക്കുക. അല്ല, ഈശോ പറഞ്ഞു ഈ രാത്രി നിൻ്റെ ആത്മാവിനെ വിളിച്ചാൽ നീ സമ്പാദിച്ചാൽ ആർക്ക് വേണ്ടി ഇത് പലരും അപ്പനെയും അമ്മയും കൊന്നും, സഹോദരങ്ങളെ കൊന്നും, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും അബോർട്ട് ചെയ്തും കള്ളത്തരത്തിൽ പണം ഉണ്ടാക്കി പേരെടുത്തു പോകും. എന്തിനാ ഇത്? നിങ്ങൾ തന്നെ നരകത്തിൻ്റെ വാതിൽ നിങ്ങൾ തന്നെ തുറക്കുക. എന്തിനീ പാപം ചെയ്ത് പാപത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു? എന്തിനാ തിന്മ ചെയ്യും നിങ്ങൾ? ഇതിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ പറയാറുണ്ട്, ഈ ലോകത്തിൽ ഒരുപാട് നേടാമെന്നായിരുന്നു ഞാൻ. എനിക്ക് ഒത്തിരി നേടാമ, ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നുള്ള. ഈ ലോഹ ഇടുന്ന തൊട്ട് മുമ്പ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, സെമിനാരിൽ ഞാൻ റീജൻസി കാലം എടുക്കുന്ന സമയം, ലോകം തൊട്ട് മുമ്പ് ഞാൻ രൂപതയിൽ ഒരു ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അകന്ന ബന്ധുക്കൾ ജർമ്മനിയിലുണ്ടായിരുന്നവരാണ്. അവർ വന്നിട്ട് പറയുന്ന 2 കാര്യം, എന്നോട് 2 മണിക്കൂർ നേരം എനിക്ക് ക്ലാസ് വന്നു, നീ അച്ഛനാകരുത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വൈദികനാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ പരിഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറേ റോമിലും വത്തിക്കാനിലും അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള വൈദികരെ കുറിച്ച് എവിടെയെങ്കിലും ഇച്ചിരി കുഴപ്പമോ പ്രശ്നങ്ങളോ മുഴുവൻ അതല്ലേ, ഈ അശുദ്ധ മനുഷ്യരെപ്പോഴും അശുദ്ധി മാത്രമല്ലേ കാണുകയുള്ളൂ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു 2 തരം ഈച്ചകളുണ്ട് ലോകത്ത്. ഈ ചീഞ്ഞ ഈച്ചയുണ്ട്, മോശം ഈച്ച. അത് മോശമായ വസ്തുക്കളിലേക്ക് മാത്രമേ അത് യാത്ര ചെയ്യുള്ളൂ, അതങ്ങോട്ട് പോകാനേ അതിനറിയത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നല്ല ഈച്ചകളുണ്ട്, തേനീച്ചകളുണ്ട്, അത് നല്ലതിലേക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഓരോരുത്തരെയും കാഴ്ചപ്പാട്. നിൻ്റെ ഉള്ളിൽ എങ്ങോട്ടാണ് എല്ലാം ചീഞ്ഞത് മാത്രം, കുറവുകൾ മാത്രം ശ്രദ്ധിക്കുന്ന ദോഷൈകതിർക്കൻ്റെ ഒരു അരൂപി ഉണ്ടല്ലോ. ആ അരൂപി അപകടം പിടിച്ചൊരു പിശാച. ഒന്ന് കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞേ. പോരെ
അപ്പം എൻ്റെ ബന്ധുക്കൾ വന്നിട്ട് 2 മണിക്കൂർ എനിക്ക് ക്ലാസ്സെല്ലാം തന്നിട്ട് അവസാനം വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനുങ്ങ് പോരെ, അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. 2 ഓഫറാണ് എനിക്ക് തന്നു. ഒന്നെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറാകാൻ, MBBS എന്തോ പഠിച്ച ഇഷ്ടം പോലെ പൈസ ഫ്രീ ആയിട്ട് എന്നുള്ളൂ. എല്ലാം 5 ദിവസം ഞാൻ മുടക്കേണ്ട കാര്യമില്ല, എൻ്റെ കാര്യം നോക്കിയോളൂ. 2 എന്നോട് സയൻറ്റിസ്റ്റ് ആകാൻ, സയൻസ് പഠിച്ചു, ഒന്നെങ്കിൽ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ഇവിടെ എവിടെയെങ്കിലും വിട്ട് ഞങ്ങൾ പഠിപ്പിച്ചോളാം, വളർത്തിയെടുത്തോളാം എന്നെല്ലാം പറഞ്ഞ് മുഴുവൻ ഓഫറുകൾ ഇങ്ങനെ കൊടുക്കണം. ഇഷ്ടം പോലെ. ഇന്നത്തെ പിള്ളേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചാടി വെട്ടി വീഴുക, ചാട്ടി വെട്ടി. ഇതാണല്ലോ വലുത്. ദൈവം എന്ന് പറഞ്ഞാൽ ഡോക്ടർ, ദൈവം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, ഏറ്റവും വലിയ അതാണല്ലോ. പക്ഷെ ഒന്നിനും കൊള്ളില്ല. ഹല്ലേലൂയ. അതിന് മുകളിലൊരു സംഭവമുണ്ട്, അതിന് മുകളിലൊരു സംഭവമുണ്ട്. അത് കണ്ടുമുട്ടിയിട്ടുണ്ടോ? അത് കണ്ടുമുട്ടാത്തവനാ ഈ ചെറുതിനൊക്കെ വലിപ്പം കൊടുക്കുന്നത്. ഡോക്ടർ വേണമെന്നോ സയന്റിസ്റ്റ് വേണമെന്നോ അല്ല അച്ഛന് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അതല്ല. അതിന് മുകളിലൊരു സംഭവമുണ്ട്, അതിനേക്കാളും വലുതുണ്ട്. അത് ദൈവം എന്നൊരാളുണ്ട്. ആ ദൈവത്തെ അറിഞ്ഞവനാ വലിയവൻ. ഒന്ന് കൈയടിച്ച് കത്താൻ നന്ദി പറഞ്ഞ ബന്ധനായിട്ട് പറ കൈകൾ ഉയർത്തി കാണിച്ച്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ക്ലാസ് തന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ റെസ്പോൺസ്, വാട്ട് യു സേ, എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് സിമ്പിൾ ഉത്തരം, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, ഒരേ ഒരു ആഗ്രഹം, നേടാമായിരുന്നെങ്കിൽ എല്ലാം നേടാമായിരുന്നു, പക്ഷെ ഒറ്റ ആഗ്രഹം, ഞാൻ ദൈവത്തെ അറിഞ്ഞൊരാളായതുകൊണ്ട് ഞാൻ പറയുക, എനിക്കൊറ്റ ആഗ്രഹം, എനിക്കൊരു വിശുദ്ധനായ വൈദികനായിട്ട് ജീവിച്ച് മരിക്കണം. എനിക്ക് വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം ഞാൻ നോക്കുന്നു, ഈ ഭൂമിയിലെ പേരും പെരുമിക്കുന്നു, ഒരു അർത്ഥമൊന്നുമില്ല. ഇത് വെപ്പം വേണം, തീരാത്ത കാര്യമില്ലേ. വിശുദ്ധരൊക്കെ വിശുദ്ധരാകാൻ കാരണം അറിയോ? ഭൂമിയെ അവർ ചവിട്ടി പുറത്താക്കിയതുകൊണ്ടാണ് അവർ വിശുദ്ധരായത്. ഭൂമിയും ഭൂമിയിലെ സുഖങ്ങളെയും സുഖങ്ങളെയും അതിനെ ചവിട്ടി പുറത്താക്കുന്നവർ മാത്രമേ വിശുദ്ധരാകുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുള്ളൂ. കൈയടിച്ച് കടത്താൻ പറഞ്ഞ പോരാ ഉച്ചത്തെ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി കോടീശ്വര കുടുംബത്തിൽ പിറന്നവനാ. അപ്പൻ്റെ ബിസിനസ്സിനെ അറിയോ? എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ബിസിനസ്സാണ്. വലിയ പേര് കേട്ട അപ്പനാ. അപ്പോഴാണ് ഈ മകന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു ദേവാലയത്തിൽ വെച്ച് ഉണ്ടാകുന്നത്. യജമാനെയാണോ ദാസനെയാണോ സേവിക്കാൻ നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു യജമാൻ വെച്ച അർത്ഥം എന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് അതിൻ്റെ നാഥനെ, അല്ലാതെ ദാസനെ അല്ല സേവിക്കേണ്ടത്. അപ്പോൾ അവനെന്ത് ചെയ്തു? അവനെല്ലാം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി. അപ്പോൾ അപ്പനും അമ്മയും കൂടെ വഴക്കായി. പറ്റിയല്ല, നിന്നെ ഞങ്ങൾ വളർത്തിയത് വലിയൊരു എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങിൻ്റെ ബിസിനസ്സുകാർ ണോ, കോടീശ്വരനാകണം, വലിയ വീട് വെക്കണം, വലിയ സമ്പത്തുണ്ടാക്കണം. ഇതൊന്നും വലിയ കാര്യമക്കള്. ആരാ ഇത്ര വലിയ കാര്യം? നിങ്ങളെ ആരാ തെറ്റായത് പഠിപ്പ്? ഈ തെറ്റ് പഠിച്ച് തലയ്ക്കകത്തിരുന്നുകൊണ്ട് മക്കൾക്കെല്ലാം തെറ്റായ മാർഗങ്ങളും വഴികളും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് വലുതെന്ന് പറയുന്നത്. എന്ത് വിട്ടിതോ? ഏത് വിശുദ്ധന് മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, എനിക്ക് യോഗ്യതയുണ്ട്. ഈ വിശുദ്ധരുടെയൊക്കെ രൂപങ്ങൾ എടുത്തുകൊണ്ട് പെരുന്നാൾ നടത്തുമ്പോൾ ആ വിശുദ്ധരുടെ ജീവിതമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? കൈയടിച്ച് കടത്താൻ നന്ദി പറഞ്ഞേ പോരാ ഒറ്റ വിളിച്ചോയേ, ഹല്ലേലൂയ. എന്നിട്ട് ഫ്രാൻസിസ് അസീസി അവിടെ ഒരു പ്രശ്നമായി. അവസാനം കാണാൻ പറ്റും, അപ്പനും മകനും തമ്മിൽ വഴക്കായി. അപ്പം പറഞ്ഞു, നീ ഞാൻ പറയുന്നത് കേൾക്കണം. മോഹൻ പറഞ്ഞു, എനിക്ക് ദൈവം മതി, എനിക്ക് നിനക്ക് ഭ്രാന്ത, മുതുഭ്രാന്ത, വട്ട, നിനക്ക് ആത്മീയ ഭ്രാന്ത, എല്ലാം പറഞ്ഞു. ഒരു രക്ഷയില്ല. അവസാനം അപ്പനും മകനും തമ്മിൽ പിണങ്ങുന്നൊരു സമയം, പിണങ്ങ വെച്ച് അകലുമ്പോൾ ഈ മകൻ തൻ്റെ മുഴുവൻ വസ്ത്രങ്ങളും ഉരിഞ്ഞ് മേശപ്പുറത്ത് വെച്ച്, അപ്പം തന്നതല്ല ഞാൻ അങ്ങ് തരിക, ഈ ശരീരം ഇതെൻ്റെ ദൈവം എനിക്ക് തന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. പിന്നീട് അവനൊരു ചാക്ക് വസ്ത്രം എടുത്ത് ദേഹത്തിട്ടിട്ട് അരയിൽ കയറും കെട്ടി ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ നിന്ന് കുട്ടികളെല്ലാം കൂടെ കൂക്ക് വിളിച്ചു, അതേ ഫ്രാൻസിസിന് ഭ്രാന്ത് പിടിച്ച് ഫ്രാൻസിസ് അവിടെ പറഞ്ഞേ ഹല്ലേലൂയാ. ലോകം മുഴുവൻ ഭ്രാന്തനെന്ന് വിളിച്ച ഈ ഫ്രാൻസിസിനെ അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുസഭ വേറൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താണ് പേര്? രണ്ടാമത്തെ ക്രിസ്തു. രണ്ടാമത്തെ ക്രിസ്തു. നിന്റെ മക്കൾ എന്തേലും വളർന്നു, ഇത്രയൊക്കെ വലിയ വളർന്നെന്ന് പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒരുപാട് പരിപാടി നടത്തുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ മക്കൾ വളർന്നോ? ദുരഭിമാനത്തെ താലോലിക്കരുത്. ദുരഭിമാനം ഒരു പാപം തന്നെയാണ്. പേരിനും പെരുമയ്ക്കും വേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനം, അത് പാപകര. അത് ക്രിസ്തുവിനോടും സഭയോടും ക്രൂശിതനോടുള്ള നിഷേധപരമായ പ്രവർത്തനം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മാനസാന്തരപ്പെടണം. ഇന്ന് വന്നിരിക്കുന്ന മക്കൾ, നിങ്ങൾ എനിക്കൊറ്റയാകുള്ളൂ. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരണമേ എന്നത് മാത്രമാണ് അച്ഛൻ്റെ എളിയ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരണം. വേറെ ലോകത്തിൻ്റെയോ വസ്തുക്കളുടെയോ ആരുടെയോ സ്വന്തമാകരുത്, ഈശോ മിശിഹായുടെ സ്വന്തമായി തീരണം. കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞേ പോരാ ഒറ്റ വിളി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴുത്ത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ആകെ ഒരൊറ്റയാകുള്ള വിശുദ്ധനായ വൈദികനാണ്. ഞാൻ ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കണമെന്നോ ഇങ്ങനെ സുവിശേഷം ഞാൻ അങ്ങനെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അങ്ങനെ കഴിവുകളും എനിക്കില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ആകെ ചെയ്ത് സുവിശേഷം പ്രസംഗിക്കുന്നില്ല. എനിക്ക് പേപ്പറും പേനയൊന്നും ഇല്ല. അതിന് കാരണം എന്താ പറയുക, എനിക്ക് ആ ഈശോ ഒരു എനിക്ക് ഉള്ളുകൊണ്ട് നമ്മൾ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പേപ്പറിൻ്റെയും പേനയുടെയും ആവശ്യമില്ല. ഉള്ളിലുണ്ടെങ്കിൽ അത് തന്നെ വന്നോളൂ. ഉള്ളിലില്ലെങ്കിലാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതാണല്ലോ യോഹന്നാൻ 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികളോട്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കളെ പോരാ, ഒറ്റവിളി ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു തുടങ്ങി വചനത്തിലേക്ക് വരിക. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണമാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ ശക്തിയോടും കൂടി. ഒരൊറ്റ കർത്താവ്, ഒരു ദൈവം, ഒറ്റ ദൈവം. അപ്പോൾ അച്ഛൻ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം അവരുടെ കാര്യം നോക്കിക്കോളും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ സഭയിൽ ക്രിസ്തുവിൻ്റെ മകനും മകളുമായിട്ട് വിളിച്ചിരിക്കുക. നീ ഈശോ ആരാണ്? ഈ ലോകം മുഴുവൻ രക്ഷപ്പെടാൻ പോകുന്നത് ഉത്ഥിതനായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധ്യമൊന്നുമല്ല. സഭയുടെ വിശ്വാസം അതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ രക്ഷപ്പെടാൻ പോകുന്നത്, എല്ലാവരും രക്ഷപ്പെടാൻ പോകുന്നത് അവൻ്റെ കുരിശുമരണത്തിൻ്റെ. ആർക്കെങ്കിലും പറയാം അവൻ്റെ കുരിശുമരണം കൂടാതെ, അതിൽ പങ്കുപറ്റാതെ ഒരാളുടെ പോലും പാപമായെങ്കിൽ അവന്റെ തിരുരക്തം ഒഴുകപ്പെടണം. കൊണ്ട് ഒരുവൻ സ്വർഗത്തിൽ പോകുന്ന സ്വന്തം കഴിവുകൊണ്ടോ മഹിമ കൊണ്ടോ അല്ല മക്കളെ, അവൻ്റെ പരിശുദ്ധ രക്തം നിൻ്റെ ആത്മാവിലേക്ക് വീഴ്ത്തപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നീ സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്വർഗം ദൈവം നിനക്ക് തരുന്ന ദാനമാണ് മക്കളെ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കൈകളിലടിച്ച് നമുക്ക് ദൈവം നന്ദി പറയട്ടെ. ഉച്ചത്തിൽ കൈയടിച്ചേ, ഒറ്റ വിളി കരമെടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാന പുരോഹിതൻ ചെയ്യുന്ന ഇങ്ങനെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണേ. പ്രധാന പുരോഹിതൻ അതിവിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ബലിയർപ്പണത്തിനായിട്ട് ഒരുങ്ങി വരും. അപ്പോൾ ദൈവജനം മുഴുവനും ഈ സമാഗമ കൂടാരത്തിലും അതിൻ്റെ പരിസരങ്ങളിലായിട്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുവേ. അപ്പോൾ ഈ കുഞ്ഞാടിനെ കൊണ്ടുവരേ. അതിനുവേണ്ടി പ്രത്യേകം രോമം കത്തിരിക്കുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്നു കൊടുത്തു എന്ന് പറയേ. അപ്പോൾ ഈ കുഞ്ഞാടിങ്ങനെ നിന്നു കൊടുക്കും, അതിൻ്റെ രോമമെല്ലാം കത്തിരിച്ച്. അതെന്താ രോമം കത്തിരിക്കുന്നത്? അതാണ് നമ്മുടെ കർത്താവിനെ നമുക്കറിയാം. കുരിശിൻ്റെ വഴിയിൽ 10ാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുന്നില്ലേ, അവൻ്റെ വസ്ത്രം ഉരിയുന്ന, കുരിശിൽ തറയ്ക്കാൻ വേണ്ടി അവൻ്റെ വസ്ത്രം ഉരിയുന്ന കണ്ടില്ലേ? ഇത് തന്നെയാണ് രോമം കത്തിരിക്കപ്പെടുന്ന കുഞ്ഞാടെ. ഇതൊക്കെ ബൈബിൾ പഠിച്ചാൽ മതി, നീ ക്രിസ്തുവിനെ അറിയും. ബൈബിൾ മുഴുവൻ ഈശോ മിശിഹ തന്നെയാണ്. ഒരു ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈശോയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്, ദൈവജനത്തിൻ്റെ രക്ഷ, ആത്മരക്ഷയെക്കുറിച്ച് മാത്രം പറയുന്നത് പക്ഷേ കൃപ കിട്ടിയാലേ ബൈബിൾ വായിച്ചാലേ അത് മനസ്സിലാകും. അല്ല നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ വേറൊരു വ്യാഖ്യാനമാണ്, വേറെ ചിന്ത, ദൈവത്തെ കണ്ടുമുട്ടില്ല. കൈയടിച്ച് കടന്നു പറഞ്ഞേ പോരാ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ബന്ധനം അടിയട്ടെ, എല്ലാം കെട്ടടിയട്ടെ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിന് നിങ്ങൾ ഉത്തരവാദിത്തം പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത നിമിഷം കാണുന്നത് ഈ പുരോഹിതൻ ഒരുങ്ങി വന്നു. ഇപ്പോൾ ഇവർ കുഞ്ഞാടിനെ, കറയറ്റ കുഞ്ഞാട്, അതിനെ ജനിച്ചു വീഴുമ്പോൾ തന്നെ അതിനെ ബലിക്ക് വേണ്ടി, ബലിയർപ്പണത്തിന് വേണ്ടി, ബലിമൃഗമായിട്ടാണ്, വേറെ ഒന്നിനും വേണ്ടിയല്ല, ബലിമൃഗമാണത്. അതിനെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ഇതിനുവേണ്ടി തന്നെ വളർത്തി ഒരുക്കിക്കൊണ്ടുവരും. ഒരു രോഗമൊന്നുമില്ലാത്തത്, അതിന് ചട്ടോ അതിൻ്റെ ദേഹത്ത് ഏതെങ്കിലും പൊട്ടുകളൊന്നും കടത്തി കറയറ്റ നിയമോ കറയറ്റ കുഞ്ഞാട്. നമുക്കറിയാം. പിന്നെ അത് ഈ കുഞ്ഞാടിനെ കൊണ്ടുപോയി, ഇതെല്ലാം നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്, ഉദ്ധിതനായതിനെ കുറിച്ചാണ്. എന്നിട്ട് കൊണ്ടുവരികയാണ്. ഈ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പുരോഹിതൻ അവിടെ വെച്ച് ഇതിനെ കൊല്ലും. ശരിക്കും അവിടെ വെച്ച് ഇത് രക്തം ചിന്തി മരിക്കുകയാണ്. മരണോട്ടെ, ശരിക്കും മരിക്കുക. അപ്പം അതിനുശേഷം അതിന് ചോര ഈ പുരോഹിതൻ എടുക്കും. പ്രധാന പുരോഹിതൻ ഒരു പാത്രത്തിലെടുക്കും. സ്വർണം കൊണ്ടുള്ള പാത്രത്തിലാണ് ഇതെടുക്കുന്നത്. അതാണ് ഈ ബലിപീഠത്തിൽ സ്വർണ്ണനിർമ്മിതമായ കാസി ഉപയോഗിക്കുന്നത്. തിരുരക്തത്തിൻ്റെ അടയാളം. ഇത് കഥയൊന്നുമല്ല മക്കളെ. അവിടെ വിശ്വാസം പോയി, നമ്മുടെ അന്ധത കയറി, വേറെ ബുദ്ധി കയറി. ബുദ്ധിയിൽ അന്ധകാരം ഉണ്ടല്ലോ.
ബുദ്ധിയിൽ അന്ധകാരം. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ബുദ്ധി നല്ലതാണ്, പക്ഷേ ബുദ്ധി ദൈവത്തിന് ബുദ്ധി വേണം. ബുദ്ധിയും വിവേകവും ഒക്കെ വേണം, റീസണിങ് വേണം, എല്ലാം വേണം. പക്ഷെ അതിനകത്ത് അന്ധകാരം കയറിയാൽ നമുക്കറിയാം. പൗലോസ്ലീഹയൊക്കെ നല്ല ബുദ്ധിമാനായിരുന്നേ. യോഹന്നാൻ അപ്പോസ്തലനൊക്കെ ഹൈലി ബ്രില്യൻ്റ് ആണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. പക്ഷേ ആ നല്ല ബുദ്ധിയുള്ള ആ യോഹന്നാൻ്റെ തലയിൽ, അല്ല പൗലോസിൻ്റെ തലയിൽ, സഭയിലെ ആദിമ പിതാക്കന്മാരുടെ തലയിൽ അവർ മുഴുവനും ഉണ്ടായിരുന്നത് ക്രിസ്തു മാത്രമായിരുന്നു. അവർ ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് ക്രിസ്തുവിനെ കൊടുക്കാനാ, സുവിശേഷം കൊടുക്കാനാ, യേശുവിൻ്റെ തിരുരക്തത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരാനാ. ഓരോ കുടുംബം ഓർമ്മ ഈശോയുടെ രക്തം കൊണ്ട് തരട്ടെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സത്യമേ ചേർന്നിടുന്നു. ജീവനേ സത്യമേ അങ്ങിൽ ഞാൻ ചേർന്നിടുന്നു. കൈകൾ ഉയർത്തി പാടാമോ? ആരാധന 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 അഭിഷേകം ആർക്കുമേ നിന്നെ പോലെ സ്നേഹിച്ചിടാൻ അവതില്ല. ആർക്കുമേ സ്നേഹമേ സ്വന്തമേ അങ്ങിൽ മാറി ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർഗം ചാരുന്നു ഞാൻ. ആരാധന 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 ആശീർവദിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ തിരുക്കുരിശിനെയാണ് ആശീർവദിക്കുമ്പോൾ നമ്മുടെ പേര് ദേശങ്ങളുടെ പേരും പാപരോഗ അസ്വസ്ഥകളും ആത്മാവിനാൽ അകറ്റപ്പെടുന്നു. അധികാര ശക്തി വെളിപ്പെടുന്നു. സൈനിക അധികാര ശക്തി വെളിപ്പെടുന്നു. ഒറ്റ വിളിച്ചോയെ പ്രാപിക്കുന്നു. പെൺകൾക്ക് മോചനം, മറ്റർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, മാനസാന്തരത്തിന്റെ കൃപകളുടെ ഈശോ കർത്താവാണെന്ന് ഏറ്റവും കൃപ ലഭിക്കട്ടെ. ഈശോ മാത്രമാണ് കർത്താവ്, ഈശോ മാത്രമാണ് രക്ഷ, ഈശോ മാത്രമാണ് ദൈവം. ഒറ്റ വിളി കരവിട്ട് ഈശോ വിശ്വസിക്കുന്നു.